സംഘത്തിൻ്റെ ഒരു വിശേഷത അല്ലെ സംഘ ആശയം ഉൾക്കൊള്ളുന്ന ആളുകളുടെ ഏറ്റവും പ്രത്യേകത അവർ ഈ ഗോഗ്വാവിളികൾക്ക് നിൽക്കാറില്ല. വാടാ നമുക്കൊന്ന് പിടിച്ചു നോക്കാം എന്നുള്ള മട്ടിൽ ഈ ഗുസ്തി പിടുത്താണ് ഇവരുടെ പരിപാടി. നമ്മൾ ഈ സാധാരണ പണ്ട് മുതലേ പറയാറില്ലേ, ഡോൺസ് റെസിൽ വിത്ത് പിഗ്സ് എന്ന് പറയും. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. നല്ല യുദ്ധം വേണ്ട എന്ന് പറയും. നമ്മൾ അതിന് പുറപ്പെടാറില്ല. ഇവരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇത് നമുക്ക് ഈ ആശയത്തെ ഈ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കലാണ് സംഘത്തിന്റെ രീതി. പക്ഷെ ഇന്നത്തെ ഒരു അത് പോരായ്മയെന്ന് പറയണോ അതോ നമ്മുടെ കരുത്തെന്ന് പറയണോ, അത് സമൂഹം വിലയിരുത്തേണ്ടതാണ്. ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുന്നതിലാണ്. ഇപ്പോൾ ഒരാളോട് അയാളുടെ ആശയം തെറ്റാണെന്ന് വാദിക്കാൻ വേണ്ടി അയാളെ പുലഭ്യം പറയുക, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അയാളുടെ ബന്ധുക്കളെ മുഴുവൻ പുലഭ്യം പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. നേരെ മറിച്ച് ആ ഒരു ശരിയായ ആശയം അവതരിപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ രാഷ്ട്രവിരുദ്ധ ആശയത്തെ ചെറുതാക്കുക. സാധാരണ പറയാറില്ല, ഒരു വര വരച്ചാൽ ആ വരയെ തുടച്ചോ മുറിച്ചോ ചെറുതാക്കാതെ എങ്ങനെ ചെറുതാക്കാൻ പറ്റും? ഒറ്റ വഴിയുള്ളതിന് മുകളിൽ ഒരു വലിയ വര വര. ഈ വലിയ വര വരയ്ക്കലാണ് ബഹുമാനപ്പെട്ട മോദിജി പഞ്ചസങ്കല്പം 5 പ്രതിജ്ഞകൾ. ഇപ്പോൾ ഭാരതത്തെ ഏറ്റവും വലിയൊരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക 1. 2, നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും തുടരുന്ന അടിമത്തത്തിൻ്റെ അവസാന അംശത്തെ പോലും എടുത്തു മാറ്റി, റേസ് ദ ലാസ്റ്റ് ട്രേസസ് ഓഫ് സെർവിറ്റ്യൂഡ് ഫ്രം അവർ മൈൻഡ്. ഇപ്പോൾ ഈ കൊളനൈസേഷൻ്റെ അംശങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്, അതിനില്ലാതാക്കുക. മറ്റൊന്ന് ഏകത്വത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാർ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇങ്ങനെ 5 പ്രതിജ്ഞകൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വയ്ക്കുമ്പോൾ അദ്ദേഹം ആർക്കെതിരായിട്ടും ഒന്നും പറഞ്ഞില്ല. ഇതേപോലെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സംഘശതാബ്ദിയോടനുബന്ധിച്ച് പൂജനീയ മോഹൻജി വിജയദശമി ബൗദ്ധികയിലൂടെ പ്രഖ്യാപിക്കുകയും സംഘത്തിൻ്റെ അഖില ഭാരതീയ ബൈഠക്കിൽ അത് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനമായിരിക്കണമെന്ന് നിശ്ചയിച്ചത് പഞ്ചപരിവർത്തനം.